ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള നൊവേന. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കത്തോലിക്ക സഭ സവിശേഷമായി ശ്രദ്ധിക്കുന്ന മാസമാണ് നവംബർ മാസം. നവംബർ 2 സകല മരിച്ചവരുടെയും തിരുനാൾ. കത്തോലിക്ക സഭയിലെ വേദപാരംഗതനും മെത്രാനും ദിവ്യരക്ഷസഭയുടെ സ്ഥാപകനും ധാർമ്മിക ദൈവശാസ്ത്രജ്ഞരുടെ മധ്യസ്ഥനുമായ വിശുദ്ധ അൽഫോൺസ് ലിഗോരി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു നൊവേന തയ്യാറാക്കിയിട്ടുണ്ട്. ഈ നൊവേന നവംബർ മാസം 2 തീരുന്ന രീതിയിൽ ഒക്ടോബർ 24 സാധാരണ ആരംഭിക്കുക. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ യേശുക്രിസ്തുവിനും പരിശുദ്ധ കന്യകാമറിയത്തിനും പരമേൽപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുക്കളെ, ഉപകാരികളെ, സുഹൃത്തുക്കളെ, ശത്രുക്കളെ, ആരും പ്രാർത്ഥിക്കാൻ ഇല്ലാത്തവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. 9-ാം ദിവസം. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ സഹനങ്ങൾ ഭീകരമാണ്. അഗ്നി, ദുഃഖം, അന്ധകാരം, ശുദ്ധീകരണ സ്ഥലത്തു നിന്നുള്ള വിടുതൽ എന്നാണെന്ന് അറിയാത്ത അരക്ഷിതാവസ്ഥ തുടങ്ങിയവ അവയിൽ ചിലത് മാത്രമാണ്. അതിലൊക്കെ ഉപരിയായി ദൈവിക ദർശനം സാധ്യമല്ല എന്നതാണ് അവരുടെ ഏറ്റവും വലിയ സഹനം. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ എൻ്റെ ദൈവമേ, എനിക്ക് അങ്ങയിൽ നിന്നും അവിടുത്തെ വിശുദ്ധമായ കൃപയിൽ നിന്നും വളരെ വർഷങ്ങൾ ശാന്തമായി മാറി നിൽക്കാൻ എങ്ങനെ സാധിക്കും? ഓ അനന്ത നന്മയെ, ഞാൻ മൂലം അവിടുന്ന് എത്ര കാലം സഹിച്ചു. അതിനാൽ മറ്റെല്ലാ വസ്തുക്കളേക്കാൾ ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങേക്കെതിരായി ഞാൻ ചെയ്ത എല്ലാ പാപങ്ങളെയും പ്രതി പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ പശ്ചാത്തപിക്കുന്നു. വിശുദ്ധമായ നിലനിൽപ്പിനുള്ള കൃപ എനിക്ക് നൽകണമേ. വീണ്ടും പാപത്തിൽ വീഴാൻ ഇനി എന്നെ അനുവദിക്കരുതേ. ശുദ്ധീകരണ ആത്മാക്കളുടെ വേദനയെ ലഘൂകരിക്കണമേ. അവിടുത്തെ തിരുമുഖ ദർശനത്തിനായി അവരെ സ്വർഗത്തിലേക്ക് വേഗം വിളിക്കണമേ. ദൈവമേ, എന്നോടും ശുദ്ധീകരണ സ്ഥലത്തിൽ സഹിക്കുന്ന ആത്മാക്കളോടും കരുണയായിരിക്കണമേ. ഓ പരിശുദ്ധ മറിയമേ, ദൈവമാതാവേ, അവിടുത്തെ ശക്തമായ മധ്യസ്ഥതയാൽ ശുദ്ധീകരണ ആത്മാക്കളുടെയും നിത്യനാശത്തിൻ്റെ അപകടം പേറുന്നവരുടെയും സഹായത്തിന് വേഗം വരണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. അങ്ങയുടെ രാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അങ്ങയുടെ മണവാട്ടിയായ സഭയുടെ മേൽ, സഹിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ കരുണയുണ്ടാകണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ അങ്ങയുടെ നിത്യാനന്ദത്തിന് അർഹരാക്കണമേ. പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള ജപം. ഓ മാധുര്യമുള്ള ഈശോയെ, ഗെത്സമനയിൽ അങ്ങ് ചിന്തിയ രക്തത്തുള്ളികളാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവെ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, ഏറ്റവും ക്രൂരമായ ചമ്മട്ടിയടിയിൽ അങ്ങ് സഹിച്ച വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവെ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, മുൾമുടി ശിരസിൽ അണിയിച്ചപ്പോൾ അങ്ങ് അനുഭവിച്ച കൊടിയ വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവെ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, കാൽവരിയിലേക്ക് കുരിശു വഹിച്ച യാത്രയിൽ അങ്ങ് അനുഭവിച്ച വലിയ സഹനത്തെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവെ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, ഏറ്റവും ക്രൂരമായ കുരിശേറ്റലിൽ അങ്ങ് സഹിച്ച കൊടിയ വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവെ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, കുരിശിൽ അങ്ങ് അനുഭവിച്ച കഠിനമായ വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവെ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, അങ്ങയുടെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് അങ്ങ് ശ്വസിച്ച അവസാന ശ്വാസത്തെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയുണ്ടായിരിക്കണമേ. കർത്താവെ, അവരോട് കരുണയുണ്ടാകണമേ. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഈ നൊവേനയിൽ പ്രാർത്ഥിക്കാവുന്നതാണ്. ദൈവത്തോടടുത്തായിരിക്കുന്നവരും ദൈവത്തെ ഒരിക്കലും നഷ്ടപ്പെടാത്തവരുമായ വിശുദ്ധാത്മാക്കളെ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവല്ലോ. വലിയ പാപികളായ ഞങ്ങളെ നിത്യനാശത്തിൽ നിന്നും ദൈവത്തെ നഷ്ടപ്പെടുമെന്ന ഭയത്തിൽ നിന്നും എപ്പോഴും സംരക്ഷിച്ചു കൊള്ളണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.